നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒരു 8-9 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യയിലെയും വിദേശത്തെയും അവസരങ്ങളുണ്ട്. വിദേശ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഇറ്റലിയിൽ കെയർ ഗിവർ ആകുവാനുള്ള അവസരങ്ങൾ മുതൽ ഗൾഫിലെ ചില അവസരങ്ങൾ വരെ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യയിലെ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫോ പാർക്കിലെ അവസരങ്ങൾ, അതല്ലെങ്കിൽ പ്രമുഖ കമ്പനികൾ, ഉദാഹരണത്തിന് HCL ടെക്, MRF പോലെയുള്ള കമ്പനികളിലെ അവസരങ്ങൾ. 2026 ഇതാ ഇപ്പോൾ പാസ് ഔട്ട് ആകാൻ പോകുന്നവരുടെ 2 കമ്പനികളിലെ അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിവിധ മേഖലകളിലെ അവസരങ്ങൾ, സെയിൽസ് ഉണ്ട്, IT ഉണ്ട്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ്, ടീച്ചിങ്, ഇങ്ങനെ വിവിധ മേഖലകളിലെ അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് MRFിലെ അവസരം ഒന്ന് മനസ്സിലാക്കാം. MRF നാം അറിയുന്നത് പോലെ ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവരുടെ മെയിൻ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിലെ കോട്ടയത്താണുള്ളത്. ഇപ്പൊ MRFിലേക്ക് ഒരു ഡയറക്റ്റ് വോക്കിൻ അവസരം ലഭ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും +2 കഴിഞ്ഞവർക്കും ഡിപ്ലോമയോ ഡിഗ്രിയോ PTech ഒക്കെ കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്. ഇതിന്റെ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് കഴിയും. അത് 2020 മുതൽ 25 വരെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കൊക്കെ അവസരങ്ങളുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമായിരിക്കും. ഇവര് ഒരു സ്റ്റൈഫൻഡ് പോലെയാണ് ആദ്യം ഹയറിംഗ് നടത്തുന്നത്. അതായത് ഒരു ഇന്റേൺഷിപ്പ് പോലെ, അപ്രന്റീഷിപ്പ് പോലെയാണ് ആദ്യം ഹയറിംഗ് നടത്തുന്നത്. എന്നാൽ മികച്ച സ്റ്റൈഫൻഡ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇപ്പം 10th-കാർക്കും +2-കാർക്കും ITI-കാർക്കും ഒക്കെ ഫസ്റ്റ് ഇയറിൽ ഏതാണ്ട് 17,600 രൂപയാണ് സ്റ്റൈഫൻഡ്. 3rd ഇയറിലേക്ക് വരുമ്പോൾ 18,600 രൂപയാണ്. ഇനി ഡിഗ്രിക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒക്കെ ഫസ്റ്റ് ഇയറിൽ 19,600 ആണെങ്കിൽ 3rd ഇയർ ഒക്കെ ആകുമ്പോൾ 21,500 ആകും. BTechകാർക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ പെർ മന്ത് 20,600 ആണെങ്കിൽ 3rd ഇയർ ഒക്കെ വരുമ്പോൾ 22,600 വരെയൊക്കെ ആയിരിക്കും ലഭ്യമാകുക. ഇതുകൂടാതെ ഇവര് ഇയർലി കോമ്പൻസേഷൻ ബോണസ് ഏകദേശം ഒരു 10,000 രൂപ ഫസ്റ്റ് ഇയറിലും 20,000 രൂപ സെക്കൻഡ് ഇയറിലും 3rd ഇയറിൽ ഒരു 30,000 ഒക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റി, അതുപോലെ ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ്, യൂണിഫോം, സേഫ്റ്റി ഇഷ്യൂ, ഇതൊക്കെ ലഭ്യമാകും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വോക്കിൻ ചെയ്യാം. അത് ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്തിട്ട് ഡേറ്റ് ഒക്കെ ഒന്ന് ചോദിച്ച് ഉറപ്പാക്കിയതിന് ശേഷം കോട്ടയത്ത് വടവാതൂറുള്ള MRFന്റെ ഫാക്ടറിയിലേക്ക് ഡയറക്റ്റ് വോക്കിൻ ചെയ്യാം. വോക്കിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ റെസ്യൂമെയും അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ഫോട്ടോ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാർ കാർഡും ഒക്കെ ആയിട്ട് വേണം വോക്കിൻ ചെയ്യാനായിട്ട്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്. അവർക്ക് ഇനിയും പറയാൻ പോകുന്ന എല്ലാ വേക്കൻസികളുടെയും വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്. അതല്ലെങ്കിൽ jobsbridge.com ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ സൈറ്റിൽ പോയിട്ട് അതാത് കമ്പനികളുടെ പേര് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അടുത്ത അവസരം ജോയ് ആലുക്കാസിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ജോയ് ആലുക്കാസ് നമുക്കറിയാം വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങളുണ്ട്. മാളുകളുണ്ട്, ജോയ് ആലുക്കാസിന് ടെക്സ്റ്റൈൽ ഷോറൂംസ് ഉണ്ട്, ജൂവലറികളുണ്ട്. ഒരു എന്താ പറയുക, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനാണ് ജോയ് ആലുക്കാസ് എന്ന് നമുക്കറിയാം, അല്ലെ? ഇന്ത്യയിലും വിദേശത്തും ഒക്കെ അവർക്ക് പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ അവര് ഏതാണ്ട് 500 പേരെ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ്, CRM എക്സിക്യൂട്ടീവ്, ഈ തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും, പ്രത്യേകിച്ച് മെയിൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രായം 26 വയസ്സ്, 29 വയസ്സിൽ താഴെ ആയിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. വേറെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് അവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കോമ്പൻസേഷന്, സെയിൽസ് ഇൻസെന്റീവ് ഉണ്ടായിരിക്കും, ബോണസ് ഉണ്ടായിരിക്കും, ലീവ് ബെനിഫിറ്റ്സ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി, ESI, PF, ഇങ്ങനെ കുറെ മെഡിക്കൽ ഇൻഷുറൻസ്, അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഒക്കെ ഇവര് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വോക്കിൻ ഇന്റർവ്യൂ 1-ാം തീയതി ഏപ്രിൽ ജോയ് ആലുക്കാസ് ജ്വല്ലറി ഉണ്ട്. കോട്ടയത്ത് ജോയ് മാൾ ഉണ്ട്. അവിടെ ജോയ് ആലുക്കാസ് ജ്വല്ലറിയിലേക്ക് 10 മണിക്കും 2 മണിക്കും ഇടയ്ക്കായിട്ട് വോക്കിൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇനി വോക്കിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ഇറ്റലിയിലേക്ക് ലഭ്യമായിരിക്കുന്ന ഒരവസരം ഒന്ന് സൂചിപ്പിക്കാം. കെയർ ഗിവർ ആയിട്ട് ജോലി ചെയ്യുവാനായിട്ടുള്ള അവസരമാണ്. കെയർ ഗിവർ എന്ന് നമുക്കറിയാം, അല്ലെ? എൽഡേഴ്സിനൊക്കെ, പ്രായമായവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് 1.5 ലക്ഷത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത് 1,200 മുതൽ 1,300 വരെ
ബേസിക് സാലറി ഉള്ള യൂറോ ബേസിക് സാലറി ഉള്ള അവസരമാണ്. അപ്പോൾ ഒരു 1,40,000 ഒക്കെ ബേസിക് സാലറി ഉള്ള അവസരമാണ്. അതുകൂടാതെ ഓവർ ടൈം 15 to 25 ഡേ ടൈമിൽ ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ 15 to 25% ഓവർ ടൈം ലഭ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റിൽ ഓവർ ടൈം ചെയ്താൽ 40% എക്സ്ട്രാ ലഭ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പബ്ലിക് ഹോളിഡേയ്സിലും ഒക്കെ എക്സ്ട്രാ ഓവർ ടൈം ഒക്കെ ലഭ്യമാകുന്ന അവസരങ്ങളാണ്. ആർക്കായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക? ഇവർ എലിജിബിലിറ്റി ഇവരിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ANM നേഴ്സുമാർക്കുള്ള അവസരമാണ്. ANM എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, ഓക്സിലറി നേഴ്സിംഗ് അസിസ്റ്റന്റ്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സ് കഴിഞ്ഞവർ, പ്രത്യേകിച്ച് ഈ കേരള നേഴ്സിംഗ് ബോർഡുണ്ട്, അതിന്റെ രജിസ്ട്രേഷനോടെ ചെയ്ത AM നേഴ്സുമാർക്കുള്ള അവസരമാണ്. ഇവിടെ ഒരു 1 year എക്സ്പീരിയൻസ് വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു അവസരം എന്നോട് പറഞ്ഞത് M&G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. വളരെ പ്രമുഖമായിട്ടുള്ള ഒരു മൈഗ്രേഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരാണ് ഈ ഒരു അവസരം സൂചിപ്പിച്ചത്. അപ്പം ANM നേഴ്സിംഗ് കഴിഞ്ഞ ഒരു മിനിമം 6 monthsോ അല്ലെങ്കിൽ ഫ്രഷേഴ്സോ അല്ലെ 1 year എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. പ്രായം 23 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു 40 താഴെയുള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. DNM ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം വർക്കിംഗ് അവേഴ്സ് 38 hours per week എന്നാണ് സൂചിപ്പിക്കുന്നത്. 6 days per week ആണ്. ഓവർ ടൈം ചെയ്താൽ അതിന്റെ ബെനിഫിറ്റും കിട്ടും. അപ്പൊ അതൊക്കെയാണ്. ഫ്രീ അക്കോമഡേഷൻ ആദ്യത്തെ ഒരു മാസമുണ്ട്. 26 days ഓഫ് ആനുവൽ പെയ്ഡ് ലീവ് ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഷിഫ്റ്റ് ബേസിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓർക്കുക, ഇതിന് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്കില്ല് വേണം. ഇത് കൂടാതെ നിങ്ങൾ ഇറ്റാലിയൻ ലാംഗ്വേജും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ട്രെയിനിങ് M&G നൽകും. പക്ഷെ അതിനൊക്കെ ഒരു എക്സ്പെൻസ് വരും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഒരു എക്സ്പെൻസ് ഒക്കെ ബെയർ ചെയ്തുകൊണ്ട് ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിച്ച് ഈ അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നവര് ഒരു നിങ്ങളുടെ റെസ്യൂമെ ഫോർവേഡ് ചെയ്യണം. അതിൻ്റെ ഇമെയിൽ ID ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഏപ്രിൽ മാസത്തിൽ ഇവരുടെ എംപ്ലോയർ കേരളം വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് HCL ടെക്കിൽ ലഭ്യമായിരിക്കുന്ന അവസരം മനസ്സിലാക്കാം. HCL ടെക് നാം അറിയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഒരു കേരള പൂൾ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. BBA, BCom, BSc, BCAക്കാർക്കുള്ള അവസരമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. BBA, BCom, BSc, BCAക്കാർക്കുള്ള അവസരമാണ്. പ്രത്യേകിച്ച് 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവര് അല്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷയൊക്കെ എഴുതുന്നവർക്കുള്ള അവസരമാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഗ്രാജുവേറ്റ് ട്രെയിനി ഒരു തസ്തികയിലേക്കാണ്. 3.25 lakh per annum ആണ് ശമ്പളം. ഗ്ലോബൽ സർവീസ് ഡെസ്ക് ആ ഒരു റോളിലേക്കാണ് ഹയറിങ് നടക്കുന്നത്. ഇവരുടെ നെറ്റ്വർക്ക്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പ്രോബ്ലംസ്, ഇവരുടെ കസ്റ്റമേഴ്സിന്റെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ് ജോലിയുടെ ഒരു സ്വഭാവം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരെയാണ് ഹയർ ചെയ്യുന്നത്. ഫുൾ ടൈം റോൾ ആയിരിക്കും. മിനിമം ഒരു 1 year ബോണ്ട്, അതായത് മിനിമം 1 year വർക്ക് ചെയ്യാം എന്നൊരു സർവീസ് എഗ്രിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി 1 yearനുള്ളിൽ നിങ്ങൾ ഇത് ബ്രീച്ച് ചെയ്യുവാണെങ്കിൽ 50,000 കോമ്പൻസേഷൻ നൽകേണ്ടി വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഡിഗ്രി 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ ഡിഗ്രികൾ BCom, BSc, BCA, BBA. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. 10th onwards 60% മാർക്ക് നേടിയിരിക്കണം. ഓൾ ഇന്ത്യ ബേസിസിൽ അവസരമുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾ ആദ്യം പോയിട്ട് HCLന്റെ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അതിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഫോം ഉണ്ട്, അതും ഫില്ല് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പോൾ HCLൽ 2026 ബാച്ചിന് ലഭ്യമായിരിക്കുന്ന അവസരമാണ്. 2026 ബാച്ചിന് മറ്റൊരു അവസരം കൂടിയുണ്ട്, അതും കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇനി നമുക്ക് ഗൾഫിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്, പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്റെയും നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെയും ഒക്കെ ഉള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഷാർജ, UAE ഷാർജയിലുള്ള ഒരു പ്രമുഖ സ്കൂളാണ് ഷാർജ ഇന്ത്യൻ സ്കൂൾ എന്നുള്ളത്. ഇന്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള ഒരു സ്കൂളാണ്. ഇവർ ഏതാണ്ട് 19ഓളം തസ്തികളിൽ ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ 12 തസ്തികളിൽ TGT, PGT, അതായത് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനെയും ഒക്കെയാണ് ഹയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, സോഷ്യൽ സ്റ്റഡി, മലയാളം, കൊമേഴ്സ്, അറബിക്ക്, ഇസ്ലാമിക്,
ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈ മേഖലയിലൊക്കെ ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാത് മേഖലകളിൽ ഡിഗ്രിയും PGയും ഒക്കെയുള്ള 3 years CBSE ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഇതുകൂടാതെ 13ാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചേഴ്സ്, മ്യൂസിക് ടീച്ചേഴ്സിനെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. ആ മേഖലയിൽ BEdും ബാക്കി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഇതുകൂടാതെ ICT STEM ടീച്ചർ 16ാമത്തെ തസ്തിക. ഇവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT-യിൽ ഡിഗ്രിയോ PGയോ ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് ഈ BTech അല്ലെങ്കിൽ BSc, MSc, MCA, BCA ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെയും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഇതുകൂടാതെ KG ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഡിഗ്രി കഴിഞ്ഞൊരു 3 year അഡ്മിനിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുകൂടാതെയാണ് ലൈബ്രറിയനായിട്ട് BSc അല്ലെങ്കിൽ MSc ലൈബ്രറി സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതാണ്ട് 19ഓളം വിവിധ തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത അവസരം നമ്മുടെ ഇൻഫോ പാർക്കിലെ അവസരമാണ്. അത് ഒന്ന് കൊച്ചി ഇൻഫോ പാർക്കിലെയും മറ്റൊന്ന് കൊരട്ടി ഇൻഫോ പാർക്കിലെയും അവസരമാണ്. കൊച്ചി ഇൻഫോ പാർക്കിലെ ഗ്രേപ്പ് ലൈൻ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ കമ്പനി റിയാക്ട് ഫ്രണ്ട് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി ഇന്റേൺസിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം ആയിട്ട് അവരുടെ ഓഫീസിൽ ജോലി ചെയ്യാനുള്ള അവസരമാണ്. UI UX ഡിസൈൻ സ്കിൽസ് കാണണം, റിയാക്ട് JS അതിൻ്റെയൊക്കെ നോളജ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ 2023, 24, 25 ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷേഴ്സ്, പ്രത്യേകിച്ച് എന്തെങ്കിലും IT കോഴ്സുകൾ MCA, BCA, BTech, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയൊക്കെയുള്ള IT കോഴ്സുകൾ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ ഈ ഗ്രേപ്പ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ്, ഇത് കൊരട്ടി ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയാണ്. ഒരു ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയേഴ്സ് ആയിട്ട് CS IT ഗ്രാജുവേറ്റ്സിനെ, അതായത് ഞാൻ മുമ്പേ സൂചിച്ച BCA, MCA അല്ലെങ്കിൽ BTech, കമ്പ്യൂട്ടർ സയൻസ്, IT ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അവസരങ്ങളുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ട്രബിൾ ഷൂട്ടിംഗ് സ്കില്ലും ഒക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി ടെലി പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവര് അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. സിവിൽ എഞ്ചിനീയേഴ്സിന്റെ അവസരമാണ്. ഇത് ഫ്രഷേഴ്സ്, അതായത് 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഒക്കെ അപേക്ഷിക്കാം, അല്ലെങ്കിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർ 24, 25 ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാം. കസ്റ്റമർ സപ്പോർട്ട് അഡ്വൈസർ എന്നുള്ളതാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് പോസ്റ്റ്. ഇതിന്റെ ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സൈറ്റിൽ വർക്ക് ചെയ്യേണ്ട, ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. മുംബൈ ആയിരിക്കും വർക്ക് ലൊക്കേഷന്, ടെലി പെർഫോമൻസിലേക്കായിരിക്കും. അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റ് മാനേജ്മെന്റ് സപ്പോർട്ട് ഡൊമസ്റ്റിക് എന്ന പ്രോസസ്സിലേക്കാണ് ഹയർ ചെയ്യുക. ജോബ് റോളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. കീ ജോബ് റെസ്പോൺസിബിലിറ്റി നൽകുന്നുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആർക്കായിരിക്കും? ബാച്ചിലേഴ്സ് ഡിഗ്രിയും സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പം BE ഓർ BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അത് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 26 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അപ്ലൈ ചെയ്യാമെന്നാണ് കമ്പനി സൂചിപ്പിച്ചിട്ടുള്ളത്. ഗുഡ് നോളജ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോസസ് ആൻഡ് സൈറ്റ് മാനേജ്മെന്റ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഇംഗ്ലീഷിനോടൊപ്പം ഹിന്ദി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ, ഉദാഹരണത്തിന് മലയാളവും ഇവർ ആക്സെപ്റ്റ് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും കൂടി അറിയാവുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ഒക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഡെസ്ക് ജോബ് ആയിരിക്കും, സൈറ്റിൽ പോകേണ്ട കാര്യമില്ല. ജോബ് ഓൺ സൈറ്റ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മുംബൈ ആയിരിക്കും ലൊക്കേഷന്. ഡേ ഷിഫ്റ്റിൽ വർക്ക് ചെയ്താൽ മതിയാകും. 6 days പെർ വീക്ക് വർക്ക് ചെയ്യണം. ശമ്പളമാണ് ഏറ്റവും മികച്ചത്. 40,000 പെർ മന്ത്, ഏതാണ്ട് 5 ലക്ഷത്തോളം പ്രതിമാസ ശമ്പളമുള്ള അവസരമാണ്. അപ്പം ഫ്രഷേഴ്സിനും പാസ് ഔട്ട് ആയിട്ടുള്ളവരും 5 ലക്ഷം ശമ്പളത്തിൽ സിവിൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് ജോലി ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഞാൻ അവസാനം സൂചിപ്പിച്ചത്. എല്ലാ അവസരത്തിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഏതായാലും ഞാൻ മനസ്സിലാക്കിയ ചില അവസരങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ഒരു കെയർ ഗീവേഴ്സ് ആയിട്ട് ഇറ്റലിയിലുള്ള അവസരങ്ങൾക്ക് എക്സ്പെൻസ് വരും, ബാക്കിയൊക്കെ സൗജന്യമാണ് എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.
ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒന്ന് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടി തേടാനുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം ഏറ്റവും ശുഭകരമായ ഒരു കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.